ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചത്. ഞാൻ അവനിട്ട് നല്ലത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് അവൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒന്നും മനസ്സിലായില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ ഞാനാണ് കഴിഞ്ഞ ദിവസം പോയിട്ട് ആ റോൾസ് റോയ്സും പോലീസ് കാറും ഒക്കെ മോഷ്ടിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും അവൻ്റെ അവസ്ഥ. അവനെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ പാർട്ട് 2 ആണ്ടത്. എല്ലാവരും കാണുമ്പോൾ ലൈക്ക് അടിക്കാതെ പോവല്ലേ, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, ദേ നിൽക്കുന്നതാ പോലീസുകാർ. നമ്മൾ പെട്ടെന്നാണ് തോന്നുന്നത്. പെട്ടെന്നാണ് തോന്നണേ. ഇവിടുന്ന് ഓരോ ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ചേട്ടോ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ? മൈൻഡ് പോലും ചെയ്തില്ല. എന്താ തോന്നുന്നു മൈൻഡ് ചെയ്ത് പോകുന്നേ? അയ്യോടാ പോടാ. അയ്യോ ചേട്ടാ, ഞാൻ അറിയാറോടാ. അയ്യോ ഈ ചേട്ടൻ എന്താ ഭ്രാന്താണോ? അല്ല, പിന്നെ അവനങ്ങ് അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഇവന് എന്നത്തിൻ്റെ സൂക്കേടാണോ എന്തോ? ചുമ്മാ എന്നെ ചൊറിയാൻ വരുക. എടാ ദേ നിൽക്കുന്നവൻ. ഹലോ ഗൈസ്, എൻ്റെ സ്റ്റിക്കി ബോംബുണ്ട്. ഞാൻ ഇതെറിഞ്ഞിട്ട് അവനെ പൊട്ടിക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ അവനെ വിളിച്ച് വരുത്തൊന്നും നോക്കുന്നില്ല. എടാ, ഞാൻ നിൻ്റെ കൂട്ടുകാരൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്യത്തില്ലടാ. നിന്നെ ഞാനിന്ന് രക്ഷിക്കും, അത് ഉറപ്പാണ്. അയ്യോ. ഓക്കെ, ഇനി നമുക്ക് അതിൽ പോയിട്ട് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്യാം. ഓടിക്കോ. ആക്ടിവേറ്റ്. അയ്യോ ഫോൺ എടുത്ത് വെച്ച് ഞാൻ. ഓക്കെ, അത് പൊട്ടിത്തെറിച്ചു. അവനിറങ്ങി. ഓക്കെ, ഞാൻ ഇങ്ങനെ ഫൈനലി അവനെവിടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ പോലീസൊക്കെ വന്ന് സീനായി. ഞാൻ അത് കണ്ട വഴി ഓടുവാണ്. അയ്യോ, തിരിച്ച് ഞാൻ ഫ്രാങ്ക്ലിൻ്റെ പഴയ വീട്ടിലൊക്കെ ഞാൻ വിടാൻ പോവാണ്. എടാ ഫ്രാങ്ക്ലിനെ, നീ ഓക്കെ അല്ലേ? ഞാൻ നിന്റെ പഴയ വീട്ടിലൊക്കെ വിടാൻ പോവാണ്. എൻ്റെ കയ്യിൽ പിന്നെ ഇരിക്കുന്ന കോണിക്സിക്കിൻ്റെ കാറാ, അതുകൊണ്ട് പെടച്ചു വിടും. ഓക്കെ, ഞാൻ ഇങ്ങനെ ഫൈനലി ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. പൊക്കോ. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരിക, പിന്നെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേ ഫ്രാങ്ക്ലിൻ്റെ പഴയ വീട് എത്തിയിട്ടുണ്ട്. എൻ്റെ കോണിക്സിക്കിൻ്റെ അവസ്ഥ എന്തായോ എന്തോ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇറങ്ങി കയറിക്കോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ തിരിച്ച്. ബൈ. നീ സൂക്ഷിച്ചിരുന്നോണം. ഒരു കാരണവശാലും നീ പുറത്തേക്ക് ഇറങ്ങല്ലേ, കാരണം പോലീസ് നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും. വാണ്ടഡ് ലെവലിൽ പോയിട്ട് നീ ഇറങ്ങാൻ പാടുള്ളൂ. പോലീസ് എല്ലാവരും പോട്ടെ. ഓക്കെ, ഫൈനലി അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നെ രക്ഷിച്ചേക്കാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇവിടെ എന്നെ പിടിക്കാനായിട്ട് പോലീസ് വന്നതാണ്. എനിക്ക് ഇപ്പോഴും വാണ്ടഡ് ലെവലുണ്ട്. എന്നെ പോലീസ് പിടിക്കാൻ വന്നതാണ്. പക്ഷെ പോലീസ് ഇതേ കിടക്കുന്നു. നമുക്ക് അതിൽ പുറത്തേക്ക് ഇറങ്ങാം. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങില്ലെന്നാണ്. നമുക്കെന്താ പേടി? നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്നേ. എന്തിനാണ് പേടിച്ചിരുന്നിട്ട്? നമ്മൾ അകത്ത് ഒരിടത്ത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പാട്ട് പാടിയതാ സാറേ. ഓടിക്കോ. ദേ വാണ്ടഡ് ലെവലിൽ പോയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മളാരാ ഗൈസ്? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് നേരെ ജുറാസിക് പാർക്കിലേക്ക് പോവാം. അവിടെ ആകുമ്പോൾ എല്ലാവർക്കും പേടിയാ. അയ്യോ എൻ്റെ അമ്മേ. എടാ പോലീസിൻ്റെ വണ്ടിയെ കൂടെ ഒക്കെ ഞാൻ പോയി. എൻ്റെ അമ്മ. എടാ വണ്ടി പറഞ്ഞു. അയ്യോ വണ്ടി മറിഞ്ഞടാ. അയ്യോ വണ്ടി മറിഞ്ഞ്. അയ്യോ ഗൈസ്, പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആണത്. കഴിഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി എല്ലാവരോടും, ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് രക്ഷിച്ച് പാർട്ട് 2 ഇട്ടു. ഓക്കെ, എവിടെ വാണ്ടഡ് ലെവലിൽ പോയി. അയ്യോ ഗൈസ്, ഞാൻ ജുറാസിക് പാർക്കിൻ്റെ ഏരിയയിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഇവിടുത്തെ പോലീസുകാർ ഓടിയെന്നാണ് തോന്നുന്നത്. കാരണം അവർക്ക് അത്ര പേടിയാണ്. വാണ്ടഡ് ലെവലിൽ പോയോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പകുതി പൊട്ടിയിരിക്കുകയാണ്, എനിക്കതുകൊണ്ട് കാണത്തില്ല. പോയോ എന്തോ. നമുക്ക് ഗൈസ്, പിന്നെ നമുക്ക് ഒരു PC ഗെയിം കളിക്കണം. ഗൈസ്, ഞാൻ PC ഗെയിം കളിച്ചിട്ട് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്കും സബും ചെയ്യാം. പൈസ ഇല്ല, അതാണ് ഗൈസ് അവസ്ഥ. എല്ലാവരും ഈ ചാനൽ അടിച്ചൊരു സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പവർ വരുമ്പോൾ സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചിടാം. അപ്പോൾ എല്ലാവരും ചാനലൊരു സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അയ്യോ, നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയേക്കാണ്. ജുറാസിക് പാർക്കിലൊക്കെ എല്ലാവർക്കും വരാൻ പേടിയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ട്രെയിനിൽ കയറി നമുക്ക് രക്ഷപ്പെടാം. കാരണം എന്നെ കണ്ടാൽ പോലീസുകാർ പൊക്കും.
എന്നെ കണ്ട എന്തായാലും പൊക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഒക്കെ അത് വലിയ കാര്യമാക്കണ്ട. ഓക്കെ ഗൈസ്, ഇത് അവിടെ ട്രെയിൻ കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി. ഇതിൻ്റെ ഗൈസ് ഇത് തുറക്കുന്നവിടെയാണ്. അതെ, ഇതിൻ്റെ ഗേറ്റ്. നമുക്ക് ഓടാ. അയ്യോ, ഇടിച്ചതൊന്നുമല്ല കേട്ടോ, അത് ചെറുതായിട്ടൊന്ന് തട്ടിയതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഏതായാലും ഇങ്ങോട്ട് കയറാം. ഇതല്ല, ഇവിടെ റാമ്പൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ കയറണ്ട. നമുക്ക് ട്രെയിനിൽ കയറി നമുക്ക് രക്ഷപ്പെടാൻ സുഹൃത്തുക്കളെ. നമുക്ക് ഇവിടെ സ്റ്റേഷനിൽ നിൽക്കാം. കാരണം എന്നെ കണ്ട പോലീസുകാർ എന്തായാലും പൊക്കും ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ഗൈസ്. ഇവർക്കൊക്കെ എന്നെ അറിയാവോ എന്തോ, ന്യൂസിലൊക്കെ എൻ്റെ പേരാണ് വന്നേക്കുന്നത്. ഇവർക്കൊക്കെ എന്നെ അറിയാവോ എന്തോ. ട്രെയിൻ വരുന്നുണ്ട്. അയ്യോ, നമുക്ക് ട്രെയിനിൽ കയറി രക്ഷപ്പെടണം സുഹൃത്തുക്കളെ. എന്തായാലും ട്രെയിൻ വരുന്നുണ്ട് അവിടെ. നമുക്ക് ഇങ്ങോട്ട് കയറിക്കാം. ഇവിടെയാണ് ബോയ്സിൻ്റെ സ്ഥലം, അപ്പുറം ഗേൾസിൻ്റെ സ്ഥലമാണ്. ഓക്കെ, മനസ്സിലായോ? അല്ലോ ചേട്ടൻ മറ്റേ ന്യൂസിലൊക്കെ വന്നതല്ലേ? ഞാനതൊന്നുമല്ല. അല്ലോ, ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. ചേട്ടൻ ആളല്ലേ മറ്റേ വണ്ടിയൊക്കെ മോഷ്ടിച്ചിട്ട് ജയിലിൽ കിടന്ന്, ചേട്ടനല്ലേ ജയിലിൽ കിടന്ന്? എനിക്കറിയാം ചേട്ടാ. ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. ഒന്ന് പോടാ ഭ്രാന്താവിടുന്ന്. ഇത് ഞാനൊന്നുമില്ല. ഓഹോ, എനിക്ക് സൗണ്ട് കേട്ടോ അറിയാം ചേട്ടൻ തട്ടിയത്. ആഹാ, എന്നാ ഞാൻ അങ്ങ് സഹിച്ചു. നീ പോടാ അവിടുന്ന്. അല്ല പിന്നെ ട്രെയിനിൽ കയറി രക്ഷപ്പെടാണ്ടോ? അയ്യോ, ഓടിക്കോ. നമുക്ക് ട്രെയിനിൽ കയറി രക്ഷപ്പെടാം. നീ അവിടെ കിടന്നാൽ മതി കേട്ടോ. അയ്യോ ഗൈസ്, ഇപ്പോൾ പോലീസുകാർ എന്നെ തേടി വരും. നമുക്ക് അതിന് മുമ്പ് രക്ഷപ്പെടാം. അവൻ അവിടെ എങ്ങാനും കിടക്കട്ടെ. കിടക്കുന്ന അവിടെ എന്നെ നോക്കി വന്നതാ. അല്ല പിന്നെ എന്നെ ആ മര്യാദ പഠിപ്പിക്കാറായോ? അവനിപ്പോൾ പോലീസിനെ വിളിക്കും പോലും. നീ വിളിച്ചോടാ, എത്ര ആണെങ്കിലും വിളിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബും ലൈക്കും മസ്റ്റ് ആയിട്ട് ചെയ്യണം സുഹൃത്തുക്കളെ. എങ്കിലേ നമുക്ക് കമ്പ്യൂട്ടർ ഗെയിം കളിച്ച് വീഡിയോ ഇടാൻ പറ്റൂ. അപ്പോൾ നമുക്കതിലും അടുത്ത വീഡിയോക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.